ഹൈദരാബാദ് ജ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കനേറി മെലനാണ്. ഇതുകൊണ്ടുള്ള ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്ന് നോക്കാം. ഇതിനകത്ത് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിന് നല്ല രീതിയിലുള്ള കാഴ്ച ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ടും ഇത് നല്ലതാണ്. സ്കിന്നിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിന് വേണ്ടി ഇത് കഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലോ ഫാറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഫൈബർ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണിത്. ഇത് വന്നിട്ടുള്ളത് ജപ്പാൻ, കൊറിയ, അതുപോലെ അൾജീരിയ, മൊറോക്കോ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ലഭ്യമാണ്. ഇത് മുറിച്ച് കഴിയുമ്പോൾ ഇതുപോലെ വെള്ള കളറാണ്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളരിക്കയുടെ കുരുവിനോട് സാമ്യമുള്ള കുരുവാണുള്ളത്. നമുക്കിത് മുറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. കണ്ടാൽ വെള്ളരിക്ക പോലെ തന്നെ തോന്നും. തണ്ണിമത്തിനോടും സാമ്യമുണ്ട്. എന്നാൽ എൻ്റെ ഉൾവശം മാത്രം വ്യത്യാസമുണ്ട്. വെള്ളരിക്ക പോലെയാണ് ഉൾവശം. ഇതിൻ്റെ കുരു ഉള്ള ഭാഗത്ത് മധുരം കൂടുതലാണ്. ആ കുരു നമുക്കിതുപോലെ എടുത്തു മാറ്റാം. ആ കുരുവുള്ള ഭാഗമെന്ന് പറയുന്നത് മധുരം കൂടുതലാണ്. അതിൻ്റെ തൊലിയുടെ അടുത്തുള്ള ഭാഗത്ത് മധുരം വളരെ കുറവാണ്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഏത് രോഗികൾക്കും കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണിത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു ഫ്രൂട്ടാണിത്. ഇതുകൊണ്ട് നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കാം. ഇത് കട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാനും സാധിക്കും. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. മിക്കവാറും എല്ലാ ഫ്രൂട്ട്സ് കടകളിലും നമുക്കിത് ലഭ്യമാണ്. കാരണം ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇതിൻ്റെ തൊലി കുറച്ച് കട്ടിയായിട്ട് നമ്മൾ ചെത്തിക്കളയണം. കാരണം ഇതിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ തൊലി ചെത്തിയെടുത്തു. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടും വളരെ നല്ലതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കാം. മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. വെള്ളം ചേർത്ത് നല്ലതുപോലെ ജ്യൂസാക്കി എടുക്കാം. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. ചെറുതായിട്ട് തണുപ്പിച്ചതിന് ശേഷം കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇതിൽ നമുക്ക് കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള കനാറി മെലൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി